കൺഗ്രാറ്റ്സ്. താങ്ക് യു സാറേ. നിങ്ങളുടെ സിനിമ കണ്ടായിരുന്നു. നിങ്ങളുടെ ഇന്റലിജന്റ് സ്ക്രീൻ പ്ലേക്ക് ഒരു സൈഡിൽ മീഡിയ, ഒരു സൈഡിൽ പബ്ലിക്. നിങ്ങൾ വാനോളം പൂഴ്ത്തി. താങ്ക് യു സാർ. അങ്ങനെയുള്ളപ്പോ നിങ്ങൾ എന്തിനാണ് 2 പടം 7 നിലയിൽ പൊട്ടിച്ചത്? ഓ, ആ 2 പടത്തിനും മ്യൂസിക് ശരിയായില്ലേ? സ്ക്രീൻ പ്ലേ ശരിയായില്ലേ? അതോ കഥ നല്ലതല്ലായിരുന്നോ? എന്താ സംഭവിച്ചെന്നൊന്ന് പറയൂ. ആദ്യം സക്സസ് ഞാനൊന്ന് എൻജോയ് ചെയ്യാൻ നോക്കട്ടെ. അതെ, 2 തോൽവി ഈ നാട്ടിലെ ജനങ്ങൾക്ക് സമ്മാനിച്ചിട്ടേ നിങ്ങൾ എങ്ങനെ ഈ സക്സസ് ഉളുപ്പില്ലാതെ എൻജോയ് ചെയ്യുന്നത്? ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഇനി സിനിമ സക്സസ് ആയിട്ട് ഇത്രയും ഓടാൻ കാരണം എന്റെ യൂണിറ്റിന്റെ പ്രയത്നം തന്നെയാണ്. ഓ, അപ്പൊ നിങ്ങളൊന്നും ചെയ്തിട്ടില്ലേ? യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഞാനും ഇല്ലേ ചേട്ടാ. അപ്പോ ആ പൊട്ടിപ്പോയ പടത്തിന് നിങ്ങളാരും കഷ്ടപ്പെട്ടില്ലല്ലേ? എല്ലാ പടത്തിനും ഒരേപോലെ തന്നെ കഷ്ടപ്പെടണം. അങ്ങനെ കഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ എങ്ങനെ അത് ഫ്ലോപ്പ് ആയത്? ഇപ്പോഴെങ്ങനെ ഹിറ്റായത്? അപ്പൊ സക്സസും ഫ്ലോപ്പും നിങ്ങളുടെ കയ്യിലല്ല അല്ലേ? ഈ മുടിഞ്ഞ ചോദ്യം ഒന്ന് നിർത്തോ. വീണ്ടും അതേപോലത്തെ സ്വപ്നം തന്നെയാ കണ്ടത്? ഓ അതെ അച്ഛാ. സിനിമ 100 ദിവസം ഓടിയ പോലെ നീ സ്വപ്നം കണ്ടല്ലേ? അങ്ങനെയാ കണ്ടത്. 2 സിനിമ 1 ദിവസം പോലും ഓടിയില്ല. ഇനി നിനക്ക് 3ാമതൊരു സിനിമയ്ക്ക് ആരടാ ചാൻസ് തരാൻ പോകുന്നേ? രാവിലെ തുടങ്ങി. ഇതിനാണ് പകൽ സ്വപ്നം എന്ന് പറയുന്നത്. പകലിങ്ങനെ കിടന്നുറങ്ങിയിട്ട് എന്താ കാര്യം? ഈ വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം വേണ്ടേ? പോരാത്തതിന് ഫാനും ലൈറ്റും. അല്ലെങ്കിൽ തന്നെ നീ കാരണം 2 പ്രൊഡ്യൂസേഴ്സ് കുത്തുവാള എടുത്തു. ഈ വീട്ടിലൊരു കൊന്തില്ലാത്തോണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അതും എടുത്ത് വിറ്റ് കറങ്ങി നടന്നേനെ. നീ ഈ സ്വപ്ന ലോകത്തുനിന്ന് പുറത്തു വന്ന് എന്ന് രക്ഷപ്പെടാനാ? ശരീരം ഇറങ്ങി ജോലി ചെയ്യാതെ ഒരിക്കലും രക്ഷപ്പെടാനാവില്ല മോനെ. ഇതൊക്കെ എന്താണ് നീ ചിന്തിക്കാത്തെ? എടാ, പറയുന്ന പോലും കേൾക്കാൻ എങ്ങോട്ടാ പോണേ? എടാ, സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല. കഷ്ടപ്പെട്ടാലേ ജീവിക്കാൻ പറ്റൂ. ഇതുപോലും ചിന്തിക്കാത്തത് കൊണ്ട് 2 പടം നീ കൊളമാക്കിയത്. ഞാൻ കൊളാക്കിയതുകൊണ്ട് ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്നത്. ഇങ്ങനെ ഇരുന്നിട്ട് ഈ വീടിന് എന്താ പ്രയോജനം? എന്നാ ഞാൻ മീൻകറി വെക്കട്ടെ. ഏത് നേരത്തെ എന്ത് പറയണമെന്ന് അറിയില്ല. കുറച്ചു ദൂരം മിണ്ടാണ്ടിരിക്കോ? നിന്റെ മോനൊരു സിനിമ എടുത്ത് നീ കുറച്ച് മീൻകറിയും വെച്ച് യൂട്യൂബിൽ വീഡിയോയിൽ ഇട്ടിട്ട് ഇവൻ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയി കിട്ടുന്ന കാശ് കൊണ്ട് വന്നിട്ട് എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ചിട്ട് കിടക്കാന്ന് വെച്ചാ അത് നടക്കാൻ പോണില്ല. എടാ, ആ ശില്പങ്ങളൊക്കെ മാസങ്ങളോളം അവിടെ ഇരിക്കുന്നത് കാണുമ്പോ എന്റെ നെഞ്ച് പൊട്ടി തകരാടാ. ഒരു ഉത്സവമില്ല, ആഘോഷമില്ല. ബുദ്ധിമുട്ടൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ ഈ സാധനങ്ങളൊക്കെ വെക്കണം, അത്രയല്ലേ ഉള്ളൂ. അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അത് നിങ്ങൾക്ക്, പക്ഷെ എനിക്കില്ല. നീ എന്ത് ചെയ്യുന്ന പറയുന്നേ? എനിക്ക് സ്വന്തമായിട്ട് സ്ക്രീൻ പ്ലേ ഇല്ലേ? ആരാടാ ഈ സമയത്ത്? ഹലോ ഡാ, നീ ഇപ്പൊ എവിടാ? ബെഡിലേക്ക് കിടക്കുവാ. ഇതുവരെ എണീറ്റില്ലേ? എണീറ്റിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? എന്താ ചെയ്യേണ്ടതെന്ന് എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അത് നിന്നോടും പറയാം. എന്നിട്ട് അതേപോലെ ചെയ്യാം. അങ്ങോട്ട് വാ. Okay, ma'am. Thank you, ma'am. Thank you. Do you have Pavagalde stall? Excuse me, sir. Exactly what? Marapavagal. Polished, furnished and handcrafted. Sorry, sir. I don't know. Oh my God. What a pity. It's a hand-sculptured wooden doll made out of sheer polished, furnished and sheer pleasure in the integrity and heritage. You have a bakery. You have stationery. You even have a jewelry. But you don't have a Pavagalde stall. ഞാനും കേട്ടിട്ടുണ്ട് സർ. But I didn't concentrate. It's okay. I can't stay in such hotel. Sir? No, sorry, please. ഇന്നലെ ഇതുപോലെ ഒരാൾ ചോദിച്ചായിരുന്നു. Oh, okay. Excuse me? Hello, sir. Yeah? Can I meet Mr. Ramesh? Sure.
Somebody came to meet you, sir. Okay, sir. Please go there. യാ താങ്ക് യു. ഹായ് സാർ. ഹായ്. സാർ ഞാൻ സെൽക്കോൺ എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് വരികയാണ്. വി പ്രൊഡ്യൂസ് സം ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വുഡൻ സ്കൾപ്ചേഴ്സ് ഫ്രം കാഞ്ഞിരപ്പള്ളി. ഇറ്റ്സ് എൻ ഓൾഡസ്റ്റ് ഇന്ത്യൻ ട്രഡീഷണൽ ആർട്ട്. ജസ്റ്റ് ഹാവ് എ ലുക്ക് ഓൺ ഇറ്റ് സാർ. It's better than Barbie kind of stuff. It's a girl sculpture made of wooden. More demand, less availability. Because only Kanjarpalli people are the too much experts can do it, sir. കുറച്ചു നേരം മുമ്പ് കുറച്ച് കസ്റ്റമേഴ്സ് വന്ന് ചോദിച്ചിട്ട് പോയേ ഉള്ളൂ. Oh my god, കണ്ടായിരുന്നോ? That's the grace of Kanjarpalli. അത് മാത്രമല്ല സാർ, we can involve customers in it. How? Let me explain. ഈ ചെറിയ ഡോൾസിന് ഫേസിലൊക്കെ എക്സ്പെർട്സിന് വെച്ച് പെയിന്റ് ചെയ്ത ശേഷം ഈ ഡ്രസ്സുകളൊക്കെ കണ്ടില്ലേ, ലൈക്ക് പട്ടുകൊണ്ടുള്ള തുണി, കസവ് കൊണ്ടുള്ള നേരിയത്, പിന്നെ പട്ടുപാവാടിയും ബ്ലൗസും, ഇതൊക്കെ കസ്റ്റമേഴ്സിനെ കൊണ്ട് തന്നെ സെലക്ട് ചെയ്യിച്ച് അവർ തന്നെ പെയിന്റ് ചെയ്താ. എക്സലന്റ്, വെരി ഗുഡ് ഐഡിയ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഓ താങ്ക് യു സാർ. ഇപ്പോൾ ഈ മോണിറ്ററി ടേംസിലേക്ക് വന്നതുകൊണ്ട് ഷാൽ വി മേക്ക് ഇറ്റ് 50-50 സാർ, ഇൻക്ലൂഡിങ് GST. ഈസ് ഇറ്റ് ഓക്കെ ഫോർ യു സാർ? ഷുവർ. ഞങ്ങളുടെ ഹോട്ടലിനും നല്ല പേര് കിട്ടും. കസ്റ്റമേഴ്സിനും ഇതുപോലുള്ള ശില്പങ്ങൾ കാണുമ്പോൾ വലിയ സന്തോഷമാവും. വെൻ കൻ വി സ്റ്റാർട്ട് സാർ? ഇമ്മീഡിയറ്റ്ലി. ഓക്കെ സാർ. ഇതാണ് നമ്മുടെ ഹീറോ. ഇനി നമ്മുടെ ഹീറോയിൻ ഹാസിനെ പറ്റി പറയുകയാണെങ്കിൽ അവൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. ഹാസിനയുടെ അമ്മയുടെ പേര് ശകുന്തള. ആകാശം ഇടിഞ്ഞു വീണാലും ഒരു കുലുക്കവും ഇല്ല. ലോജിക്ക് മാത്രമേ നോക്കാറുള്ളൂ. ഒരു തുമ്പ് കിട്ടിയാൽ അതിൽ പിടിച്ചു കയറി തനിക്ക് ഫേവറേറ്റ് അത് മാറ്റാനുള്ള കഴിവുണ്ട്.